HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അനന്യ സന്ദീപ്, അനാമിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഇന്ത്യയിൽ 1500 കോടി നിക്ഷേപിക്കാൻ ഗൂഗിൾ. ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാനെ 100 സൈനികരെ വധിച്ചുവെന്ന ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ. യുവത്വം ചേർത്ത് നീലൻ പട്ടിക. രാജസ്ഥാനിൽ ബസ് തീപിടുത്തം, 10 പേർക്ക് ദാരുണാന്ത്യം. തുലാവർഷം ഉടൻ. കേരളത്തിൽ വടക്കുകിഴക്കൻ കാലവർഷം തുലാവർഷം ഉടൻ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഇന്ത്യയിൽ 1500 കോടി നിക്ഷേപിക്കാൻ ഗൂഗിൾ. ഇന്ത്യയിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 15 ബില്യൺ നിക്ഷേപിക്കാനൊരുങ്ങി ഗൂഗിൾ. US പുറത്തുള്ള ഏറ്റവും വലിയ AI ഹബിനായുള്ള ഡേറ്റാ സെന്ററും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേന്ദ്രവും നിർമ്മിക്കുന്നതിനാണ് ഗൂഗിൾ വൻ തുക ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് AI ഹബ് തുടങ്ങുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയതായി ഗൂഗിൾ CEO സുന്ദർ പിച്ചെ അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഗൂഗിൾ സംഘടിപ്പിച്ച ഭാരത് AI ശക്തി പരിപാടിയിലാണ് പുതിയ പ്രഖ്യാപനം. ഇന്ത്യയിൽ ഗൂഗിൾ AI ഹബ് തുടങ്ങുന്നതിലൂടെ AI നവീകരണം ത്വരിതപ്പെടുത്തുന്നതിനും ഇന്ത്യയുടെ വളർന്നുവരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി സുന്ദർ പിച്ചെ അറിയിച്ചു. പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം സുന്ദർ പിച്ചെ തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവച്ചു. ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാനെ 100 സൈനികരെ വധിച്ചുവെന്ന ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന് നിയന്ത്രണ രേഖയിൽ 100-ലധികം സൈനികരെ നഷ്ടപ്പെട്ടെന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ. പാക് സ്വാതന്ത്ര്യദിനത്തിൽ അവർ നൽകിയ മരണാനന്തര ബഹുമതികളുടെ എണ്ണം 100-ൽ കൂടുതലാണെന്നും അതിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ അംഗങ്ങളായ 34 രാജ്യങ്ങളുടെ സേനാ മേധാവിമാരുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാന് 5 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 12 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. ആക്രമണവുമായി മുന്നോട്ടു പോകുകയായിരുന്നു അവരുടെ തീരുമാനമെങ്കിൽ അവർക്ക് കൂടുതൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വന്നേനെ. പാക് ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമാതിർത്തി ആവർത്തിച്ച് ലംഘിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. അവരുടെ 11 വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. 8 വ്യോമ താവളങ്ങൾ, 3 ഹാങ്കറുകൾ, 4 റഡാറുകൾ എന്നിവ തകർത്തു. 300 കിലോമീറ്ററിലധികം ദൂരത്തിൽ നടന്ന ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കരവ്യോമ ആക്രമണമായിരുന്നു ഇത്. യുവത്വം ചേർത്ത് നീലൻ പട്ടിക. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ KPCCയും രാഷ്ട്രീയകാര്യ സമിതിയും കോൺഗ്രസ് പുനഃസംഘടിപ്പിച്ചു. 2021 പുനഃസംഘടനയെ അപേക്ഷിച്ച് വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 4-ൽ നിന്നും 13ആയി. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 23-ൽ നിന്ന് 59ആയി. BJPയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ജനറൽ സെക്രട്ടറിയാക്കി. രാജസ്ഥാനിൽ ബസ് തീപിടുത്തം, 10 പേർക്ക് ദാരുണാന്ത്യം. രാജസ്ഥാനിൽ യാത്രക്കാരുമായി പോയ സ്വകാര്യ ബസ് തീപിടുത്തം. അപകടത്തിൽ 10 പേർ മരിച്ചതായി വാർത്താവൃത്തങ്ങൾ അറിയിച്ചു. ജയ്സാൽമർ ജോധ്പൂർ ഹൈവേയിലാണ് അപകടം ഉണ്ടായത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് മുന്നോടെ ജയ്സാൽമീറിൽ നിന്നും പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ജോധ്പൂരിലേക്ക് പോയ ബസ്സിൽ 57 യാത്രക്കാർ ഉണ്ടായിരുന്നു. 16 പേർ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലാണ്. മരണസംഖ്യ ഉയർന്നേക്കാമെന്നും സൂചന. വാഹനത്തിന്റെ പിൻഭാഗത്ത് നിന്ന് പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ ബസ് നിർത്തി. അപ്പോഴേക്കും തീ പടർന്നിരുന്നു. ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കാനായതിനാൽ വൻ അപകടം ഒഴിവായി.
നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റ യാത്രക്കാരെ ജയ്സാൽമീറിലെ ജവഹർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർ പ്രതാപ് സിംഗ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തുലാവർഷം ഉടൻ. കേരളത്തിൽ വടക്കുകിഴക്കൻ കാലവർഷം തുലാവർഷം ഉടൻ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചിലയിടങ്ങളിൽ 20 വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കർണാടകം, കേരളം, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ 17 മുതൽ 20 വരെ മീൻപിടുത്തം വിലക്കി. പശുവിൻ്റെ പേരിൽ പോലീസ് വേട്ട വേണ്ട. അലഹാബാദ് ഹൈക്കോടതി. ഗോവധ നിരോധന നിയമപ്രകാരം അലക്ഷ്യമായി കേസെടുക്കുന്നതിൻ്റെ പേരിൽ UP പോലീസിന് അലഹാബാദ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത് തടയുന്നതിനുള്ള മാർഗങ്ങളും നിസ്സാര കാരണങ്ങൾക്ക് കേസെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളും 3 ആഴ്ചക്കകം അറിയിക്കാൻ ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും DGPക്കും കോടതി നിർദ്ദേശം നൽകി. റഷ്യൻ എണ്ണ നിർത്തുമെന്ന് മോദി ഉറപ്പ് നൽകിയെന്നും ട്രംപ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ ഒരു വലിയ ചുവടുവയ്പ്പായിരിക്കും ഇതെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഇതിനെക്കുറിച്ച് ചോദിച്ചതിന് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി പ്രതികരിച്ചില്ലെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ ഞാൻ സന്തുഷ്ടനായിരുന്നില്ല. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയില്ലെന്ന് നരേന്ദ്രമോദി എനിക്ക് ഉറപ്പു നൽകി. അതൊരു വലിയ ചുവടുവയ്പ്പാണ്. ഇനി ചൈനയെയും ഇത് ചെയ്യാൻ ഞങ്ങൾ പ്രേരിപ്പിക്കും, വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞു. കയറ്റുമതി ഉടനടി നിർത്താൻ ഇന്ത്യക്ക് കഴിയില്ലെന്നും ഇതിന് ചെറിയ പ്രക്രിയ ഉണ്ടെന്നും എന്നാൽ ആ പ്രക്രിയ ഉടൻ അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്ന റഷ്യയുടെ എണ്ണയിൽ നിന്നുള്ള വരുമാനം തടയാൻ US ശ്രമങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ തീരുമാനിച്ചതിനാൽ ആഗോള ഊർജ നിയന്ത്രണത്തിൽ ഒരു വഴിത്തിരിവാകും. എയർ ഹോൺ എയറിൽ 2 ദിവസം 390 കേസ്, പിഴ 5 ലക്ഷത്തിലധികം. നിരോധിത എയർ ഹോൺ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായി പരിശോധന തുടങ്ങി. 2 ദിവസം കൊണ്ട് 390 കേസിലായി 5.18 ലക്ഷം രൂപ പിഴ ഈടാക്കി. ഹൈക്കോടതി ജഡ്ജിയുടെ കാറിനെ ഇത്തരം എയർ ഹോൺ അടിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ ശല്യം ചെയ്തതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധന ശക്തമാക്കിയത്. ഇവ വീണ്ടും വ്യാപകമായതോടെ ഗതാഗത സെക്രട്ടറിയോടും ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും കോടതി വിശദീകരണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഒരാഴ്ചത്തെ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസം കോതമംഗലം ബസ് സ്റ്റാൻഡ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സമീപത്തുകൂടി അമിതമായി ഹോൺ മുഴക്കി സ്വകാര്യ ബസ് പാഞ്ഞുപോയതും നടപടി കടുപ്പിക്കാൻ കാരണമായി. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. രാവിലെ പുള്ളിമാത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പോറ്റിയെ ഈഞ്ചക്കല്ലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SP BP ജോയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. രാവിലെ റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്ന് വീട്ടുകാരെ അറിയിച്ചു. കോടതിയിൽ നിന്ന് അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. SID അന്വേഷണം തുടങ്ങിയ 5-ാം ദിവസമാണ് കേസിലെ നിർണായക നടപടി. ദേവസ്വം വിജിലൻസ് സംഘം നേരത്തെ 2 തവണയായി 8 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാര്യമായൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല. ദേശീയ സീനിയർ വനിതാ 2020 ബീഹാറിനെ തോൽപ്പിച്ച് കേരളം. ദേശീയ സീനിയർ വനിതാ 2020 ചാമ്പ്യൻഷിപ്പിൽ ബീഹാറിനെതിരെ കേരളത്തിന് വിജയം. 49 റൺസിനാണ് കേരളം ബീഹാറിനെ തോൽപ്പിച്ചത്. ആദ്യ ബാറ്റ് ചെയ്ത കേരളം 20 റൺസിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബീഹാർ 17.5 ഓവറിൽ 75 റൺസിന് ഓൾ ഔട്ടായി. ടോസ് നേടി ആദ്യ ബാറ്റ് ചെയ്ത് കേരളത്തിന് 20 റൺസ് എടുത്ത് ഓപ്പണർ പ്രണവി ചന്ദ്രയുടെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ നഷ്ടമായി. എന്നാൽ ടിഷാനിയുടെയും ദൃശ്യയും ചേർന്ന് 56 റൺസ് എടുത്ത് 2-ാം വിക്കറ്റ് കൂട്ടിക്കെട്ടിയാണ് കേരളത്തെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. ഷാനി 45-ഉം ദൃശ്യ 15-ഉം റൺസ് എടുത്തു. ആശ S 16 പന്തുകളിൽ നിന്നും 22 റൺസ് എടുത്തു. ബീഹാറിന് വേണ്ടി ആര്യ 2 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബീഹാറിനെ 4 വിക്കറ്റിൽ വീഴ്ത്തി ആശയുടെ ബൗളിംഗ് മികവാണ് തകർത്തത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി.
ഇന്ത്യയിൽ 1500 കോടി നിക്ഷേപിക്കാൻ ഗൂഗിൾ. ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാനെ 100 സൈനികരെ വധിച്ചുവെന്ന ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ. യുവത്വം ചേർത്ത് നീലൻ പട്ടിക. രാജസ്ഥാനിൽ ബസ് തീപിടുത്തം, 10 പേർക്ക് ദാരുണാന്ത്യം. തുലാവർഷം ഉടൻ. കേരളത്തിൽ വടക്കുകിഴക്കൻ കാലവർഷം തുലാവർഷം ഉടൻ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ. സാ സദ സനിധ പനിധ മഗ മഗരി സ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. സാ സദ സനിധ പനിധ മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദ സനിധ പനിധ മഗ മഗരി സ. പോയ വാരത്തിലെ വിജയി 8 അശ്വിൻ. സാ സദ സനിധ പനിധ മഗ മഗരി സ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഇസ്രയേൽ പ്രധാനമന്ത്രി ആര്? ഉത്തരം ബെന്യാമിൻ നെതന്യാഹു. സാ സദ സനിധ പനിധ മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. US പ്രസിഡന്റ് ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദ സനിധ പനിധ മഗ മഗരി സ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.